Hi everyone, welcome back to Chinnus Taste Buds. ഇന്ന് ഞാൻ മാംഗോ ലസ്സിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ളതും വളരെ സിമ്പിൾ ആയിട്ടുള്ള മാംഗോ ലസ്സി തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ അതിനു മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതിൻ്റെ കൂടെ തന്നെ ബെൽ ഐക്കണിൽ ഓൾ എന്നുകൂടെ ക്ലിക്ക് ചെയ്യണം. ഇനി മാംഗോ ലസ്സി ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു ചെറിയ മാങ്ങ, നല്ല പഴുത്ത മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഒന്ന് ചെറുതായി തൊലിയെല്ലാം കളഞ്ഞ് ചെറുതായി ഒന്ന് അരിഞ്ഞെടുക്കുക. ഇനി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പിന്നെ മാങ്ങ ചേർക്കുമ്പോൾ നല്ല മധുരമുള്ള മാങ്ങ, അധികം പുളിയില്ലാത്ത മാങ്ങ വേണം എടുക്കാനായിട്ട്. പിന്നെ അധികം പുളിപ്പില്ലാത്ത തൈര് 1 കപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. തൈര് എടുക്കുമ്പോഴും നല്ല കട്ട തൈര് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ 1 കപ്പ് കട്ട തൈരും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഒരു ഫ്ലേവറിന് വേണമെങ്കിൽ 1/4 ടീസ്പൂൺ എസൻസ്, വാനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കാം. വാനില എസൻസ് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ്. കാര്യം മാംഗോയുടെ ആ ഫ്ലേവർ തന്നെയാണ് മതിയെന്നുണ്ടെങ്കിൽ അങ്ങനെയാണെങ്കിലും മതി. അപ്പോൾ എസൻസും കൂടെ ആകുമ്പോൾ കുറച്ചുകൂടെ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കുള്ളൂ. ഇനി അതിലേക്ക് തണുപ്പിന് ആവശ്യമുള്ള ഐസ് ക്യൂബ്സും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ നല്ല തണുത്ത തൈരാണ് എടുത്തിട്ടുള്ളത്, എന്നാലും കുറച്ച് ഐസ് ക്യൂബ്സും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതൊന്നും പ്രത്യേക അളവില്ല, ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ചേർക്കാവുന്നതാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. ഞാനിത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ മാംഗോ ലസ്സി തയ്യാറായിട്ടുണ്ട്. ഇതൊരു സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ളതും നല്ല ടേസ്റ്റി ആയിട്ടുള്ള മാംഗോ ലസ്സിയുടെ റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഫീഡ്ബാക്ക് എനിക്ക് കമൻറ്റ് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.